എല്ലാവർക്കും നമസ്കാരം. SLC കെമിസ്ട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററായ നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമർസും ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പൂരിത ഹൈഡ്രോ കാർബൺ, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടതെന്നും പഠിച്ചു. അതുപോലെ തന്നെ അപൂരിത ഹൈഡ്രോ കാർബൺ, അതായത് എന്താണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. എല്ലാവരും വീഡിയോ കാണുക കേട്ടോ. ആ കാര്യങ്ങളൊക്കെ കണ്ട് കൃത്യമായി മനസ്സിലാക്കി ഫോളോ ചെയ്ത് പോവുക കേട്ടോ. പറയുന്ന സ്റ്റെപ്പുകളൊക്കെ കണ്ട് മനസ്സിലാക്കി എഴുതിയൊക്കെ പഠിച്ചു പോവുക. ഓർഗാനിക് കെമിസ്ട്രി വളരെ ഈസിയാണ്. കൺസെപ്റ്റ് ഒന്ന് മനസ്സിലായാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ. വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ചാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ ഇത്രയും നേരവും കണ്ടത് എങ്ങനെയായിരുന്നു? കാർബണും ഹൈഡ്രജനുമായിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ് കണ്ടത്, ഇല്ലേ? അതേ ഒരു ഇവിടെ കൊടുത്തിരുന്ന പിക്ചർ കണ്ട, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരുന്ന പിക്ചർ നോക്കിയേ. കാർബണും അതിനേറ്റവും 4 ഹൈഡ്രജൻ, അല്ലേ? അപ്പൊ അങ്ങനെയുള്ളതാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. ഇനി ഈ ഇതുപോലെയുള്ള ഇപ്പം കാർബണേറ്റും 4 ഹൈഡ്രജൻ വരുമ്പോൾ ഏതാണ്? മീഥേനാണ് നമുക്കറിയാം, ഇല്ലേ? അപ്പോ ഈ മീഥേനിൽ നിന്നും അല്ലെങ്കിൽ ഈ കാർബണേറ്റും 4 ഹൈഡ്രജൻ ഉണ്ട്. CH4 ആണ് നമുക്കറിയാം. അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ, ഈ ഹൈഡ്രജൻ നമ്മളിവിടെ മാറ്റി വെച്ച് അവിടെ നമ്മളിവിടെ OH ഗ്രൂപ്പ് ആഡ് ചെയ്തു, അല്ലെങ്കിൽ എന്താണ് Cl ആഡ് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പം ഈ ഒരു ഹൈഡ്രജൻ മാറ്റി അവിടെ നമ്മൾ വേറൊരു OH അല്ലെങ്കിൽ Cl ആഡ് ചെയ്യുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിന് മൊത്തം മാറ്റം വരുവാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഹൈഡ്രജൻ ഉണ്ടായിരുന്നപ്പോ എന്തായിരുന്നു? CH4, അല്ലെ? CH4 അതായത് മീഥേൻ ആയിരുന്നു ഇവിടെ. അവിടുന്ന് ഒരു ഹൈഡ്രജനെ മാറ്റി നമ്മൾ OH ആഡ് ചെയ്തപ്പോൾ എന്തായിട്ട് മാറി? മെഥനോൾ ആയിട്ട് മാറി. അപ്പൊ എങ്ങനെ വരും? CH3OH ആയിട്ട് അവിടെ മാറി, അല്ലെ? CH3OH എന്ന് പറയുമ്പോൾ മെഥനോൾ ആയിട്ട് വന്നു. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? CH3Cl ആയിട്ട് മാറി, അതായത് ക്ലോറോമീഥേൻ എന്ന് പറയും. ക്ലോറോമീഥേൻ. അപ്പൊ ഈ ക്ലോറോമീഥേനും അതുപോലെ മെഥനോളും ഒക്കെ എങ്ങനെയാണ്? ഈ മീഥേന്റെ ഒരു ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ് ഈ മെഥനോളിന്റെയും ക്ലോറോമീഥേന്റെയും ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ്? ഒരു ഹൈഡ്രോ കാർബൺ ഗ്രൂപ്പ് നമ്മൾ കണ്ടു, അതായത് മീഥേൻ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് കണ്ടു. അതിൽ നിന്നും ഒരു ഹൈഡ്രജൻ നമ്മൾ മാറ്റി വെച്ച് അവിടെ വേറൊരു ഗ്രൂപ്പ് ആഡ് ചെയ്തപ്പോൾ അതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിന് മാറ്റം വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലെ കാർബണിനോട് കണക്ട് ആയിട്ടുള്ള ഒരു ആറ്റം അല്ലെങ്കിൽ എന്താണ് ഒരു ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പൊ ആ ഗ്രൂപ്പ് വരുമ്പോഴാണ് ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന് അതിന്റെ എന്താണ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നത്. കാർബണേറ്റും 4 ഹൈഡ്രജൻ വന്നപ്പോൾ മീഥേൻ ആയിട്ട് വന്നു. അതേസമയം ഒരു ഹൈഡ്രജനെ മാറ്റി OH ആകുമ്പോൾ അതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് മാറി. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയുള്ള ആറ്റം അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിക് സംയുക്തത്തില് കാർബൺ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ കാർബൺ. ഈ കാർബണിനോട് ബന്ധിക്കപ്പെട്ടിട്ടുള്ള ആറ്റം ഉണ്ടല്ലോ, ഹൈഡ്രജൻ ആറ്റം, അല്ലെങ്കിൽ എന്താണ് ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ആറ്റം വരുമ്പോഴാണ് അതിന്റെ ഒരു ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അവിടെ തീരുമാനിക്കുന്നത്. അപ്പൊ ഈ ആറ്റം അല്ലെങ്കിൽ ഈ OH ആറ്റം അല്ലെങ്കിൽ എന്താണ് ആ ആറ്റം ഗ്രൂപ്പിനെ നമ്മൾ എന്ത് പറയും? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നോക്കിയാൽ വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഓഫ് ദ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഡിസ്കസ്ഡ് സോ ഫാർ. നമ്മൾ ഇത്രയും നേരം കണ്ട ഓർഗാനിക് കോമ്പൗണ്ടിലെ എലമെന്റ്സ് എന്തൊക്കെയായിരുന്നു? കാർബണും ഹൈഡ്രജനും ആയിരുന്നു, ഇല്ലേ? കാർബണും ഹൈഡ്രജനും ആയിരുന്നു. അപ്പം കാർബൺ ആറ്റങ്ങൾക്കൊപ്പം ഹൈഡ്രജൻ കൂടാതെ മറ്റ് ആറ്റങ്ങളും ആറ്റം ഗ്രൂപ്പുകളും അടങ്ങിയ സംയുക്തങ്ങളുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ട് മെഥനോളും അതുപോലെ തന്നെ ഇതാണ് ക്ലോറോമീഥേൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതാ നോക്കിയേ. മെഥനോൾ ഈസ് എ കോമ്പൗണ്ട് ഇൻ വിച്ച് എ ഹൈഡ്രജൻ ആറ്റം ഇൻ മീഥേൻ ഈസ് റീപ്ലേസ്ഡ് ബൈ OH ഗ്രൂപ്പ്. മെഥനോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് മീഥേനിലെ ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്ത് അവിടെ OH വന്നപ്പോൾ അത് എന്തായിട്ട് മാറി? മെഥനോൾ ആയിട്ട് മാറി. അതുപോലെ തന്നെ എന്താണ് ഇവിടെ ക്ലോറിൻ, അല്ലെ? ക്ലോറിൻ ആറ്റം വന്നപ്പോൾ എന്തായിട്ട് മാറി? ക്ലോറോമീഥേനുമായിട്ട് മാറി. നോക്കിയേ. കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെഥനോൾ ആൻഡ് ക്ലോറോമീഥേൻ ആർ എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദോസ് ഓഫ് മീഥേൻ. ഞാൻ പറഞ്ഞല്ലേ, മീഥേനിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഈ മെഥനോളിന്റെ ക്ലോറോമീഥേന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഒരു ഓർഗാനിക് കോമ്പൗണ്ടില് കാർബണിനോട് കണക്ട് ആയിട്ടുള്ള ഒരു ആറ്റം അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പ് ആണ് അതിന്റെ എന്തിനെ നിർണ്ണയിക്കുന്നത്? അതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിനെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിനെ ആ ഒരു ആറ്റം അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പിനെ നമുക്ക് എന്ത് പറയാം? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയാം. മനസ്സിലായല്ലോ? നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ നോക്കാം.
ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻ ആറ്റം കേട്ടോ, ആൻ ആറ്റം ഓർ എ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ബോണ്ടഡ് ടു കാർബൺ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഡിറ്റർമൈൻസ് ദ ഡിസ്റ്റിങ്റ്റീവ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് കോമ്പൗണ്ട്. ദിസ് ആറ്റം ഓർ ആറ്റം ഗ്രൂപ്പ് ഈസ് കോൾഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്. മനസ്സിലായല്ലോ? ഒരു ഓർഗാനിക് സംയുക്തത്തിൽ എന്താണ് കാർബണിനോട് ബന്ധിക്കപ്പെട്ടിട്ടുള്ള ആറ്റം അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പ് ആണ് ആ സംയുക്തത്തിന്റെ സവിശേഷതയായ അതിന്റെ രാസഭൗതിക ഗുണങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ഈ ആറ്റം അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പിനെ എന്ത് പറയും? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. നമ്മളിവിടെ ഓൾറെഡി കണ്ടു, ഒരു ഹൈഡ്രജനെ മാറ്റിയോടെ OH വന്നപ്പോ ഏതാണ്? മെഥനോൾ ആയെന്ന് പറയാം ഇല്ല. അപ്പൊ അതിനെ നമുക്ക് പറയുന്നതാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. OH CH4 നിന്നും ഒരു ഹൈഡ്രജനെ മാറ്റി അവിടെ OH വന്നു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? CH4 നിന്നും നമ്മളൊരു ഹൈഡ്രജനെ നമ്മളിവിടെ മാറ്റി. CH4 ഗ്രൂപ്പിൽ നിന്നും നമ്മളൊരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ എന്തിനെ റീപ്ലേസ് ചെയ്തു? OH നെ റീപ്ലേസ് ചെയ്തു. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയാം കേട്ടോ. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് നോക്കിയേ, മെഥനോൾ ഈസ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ നമ്മൾ എന്ത് പറയും? മെഥനോൾ എന്ന് പറയും കേട്ടോ. മെഥനോൾ അതായത് CH3OH എന്ന് പറഞ്ഞാൽ എന്താണ്? മെഥനോൾ ആണ്. മെഥനോൾ ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് റീപ്ലേസിംഗ് എ ഹൈഡ്രജൻ ആറ്റം ഓഫ് മീഥേൻ വിത്ത് ആൻ OH ഗ്രൂപ്പ്. മീഥേനെ നമ്മൾ OH ഗ്രൂപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി? മെഥനോൾ ആയിട്ട് മാറി. മെഥനോളിലെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വളരെയധികം ഡിഫറെന്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള അതായത് ആലിഫാറ്റ് ഹൈഡ്രോ കാർബൺ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഹൈഡ്രോ കാർബണുകളിൽ നമ്മൾ OH ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? മെഥനോൾ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള സംയുക്തങ്ങളെ നമ്മൾ നോർമലി ജനറലി പറയുന്നത് ആൽക്കഹോൾസ് എന്നാണ് പറയുന്നത് കേട്ടോ. ആൽക്കഹോൾസ് കേട്ടോ. ആൽക്കഹോൾസ് ആണ്. മെഥനോൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആൽക്കഹോൾ ആണ് കേട്ടോ മെഥനോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആൽക്കഹോൾസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഓപ്പൺ ചെയിൻ ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ, ആലിഫാറ്റി ഹൈഡ്രോ കാർബൺ ഉണ്ടല്ലോ. അപ്പം അതിൽ OH കേട്ടോ, OH ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നതിന് നമ്മൾ എന്ത് പറയുന്നതാണ്? ആൽക്കഹോൾസ് എന്നാണ് പറയുന്നത്. അവിടെ നോക്കിയേ, ദ പ്രസൻസ് ഓഫ് OH ഗ്രൂപ്പ് ഇൻ ദ കാർബൺ ചെയിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെഥനോൾ. നമ്മൾ പറഞ്ഞല്ലോ OH ഗ്രൂപ്പിന്റെ പ്രസൻസ് വരുമ്പോഴാണ് മെഥനോളിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അവിടെ വരുന്നത്. അപ്പം ദ ആലിഫാറ്റി ഹൈഡ്രോ കാർബൺസ് ഇൻ വിച്ച് OH ഗ്രൂപ്പ് ഓപ്പൺ ചെയിനുള്ള ഹൈഡ്രോ കാർബൺസിൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ആൽക്കഹോൾസ് എന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നില്ല? അപ്പൊ ഈ ആൽക്കഹോൾസിന് നമ്മൾ IUPAC നെയിം കൊടുക്കണം. അപ്പൊ IUPAC നെയിം കൊടുക്കുന്നതിന് ഒരു റൂൾ ഉണ്ട്. നമുക്കറിയാം, മീഥേൻ എന്ന് പറഞ്ഞല്ലോ അല്ലെങ്കിൽ ആൽക്കെയിൻ എന്ന് പറഞ്ഞല്ലോ, അതിൽ ഇവിടെ നോക്കി എന്താണ് കൊടുത്തിരിക്കുന്നത്? ഈ ഉണ്ടല്ലോ, ഈ ഈനെ നമ്മൾ മാറ്റി വെച്ച് അവിടെ ഓൾ ചേർക്കും. അപ്പൊ എന്തായിട്ട് മാറും? ആൽക്കനോൾ എന്നാണ് അത് വായിക്കുന്നത്. ആൽക്കനോൾ ആയിട്ട് മാറും. ക്ലിയർ ആയല്ലേ? നമ്മളിപ്പോ കണ്ടില്ലേ, മുമ്പേ കണ്ടതുപോലെ തന്നെ ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ OH ഗ്രൂപ്പ് വന്നു. അപ്പൊ ഇതെന്തായിട്ട് മാറി? മെഥനോൾ ആയിട്ട്. മെഥനോൾ എങ്ങനെയായിട്ട് മാറുന്നത്? മീഥെയിൻ അല്ലേ? മീഥെയിൻ ആണ്. ഈ മീഥെയിനിൽ നിന്നും ഈ അങ്ങ് മാറ്റി വെച്ച് അവിടെ എന്ത് ചേർക്കും? O ചേർക്കും. ഈ മാറ്റി വെച്ച് O ചേർക്കുമ്പോൾ എന്തായിട്ട് മാറും? മെഥനോൾ ആയിട്ട് മാറും. അപ്പൊ അങ്ങനെയാണ് നമ്മളിവിടെ പേര് കൊടുക്കുന്നത്. അതുകൊണ്ടോ ആൽക്കെയിൻ ഗ്രൂപ്പിൽ നിന്ന് എന്താണ്? മൈനസ് കേട്ടോ. ഈനെ അവിടെ മാറ്റി വെച്ച് അവിടെ എന്താ ആഡ് ചെയ്തു? ഓൾ ആയിട്ട് ആഡ് ചെയ്തു. അപ്പൊ എന്തായിട്ട് മാറി? ആൽക്കനോൾ ആയിട്ട് മാറി. മീഥേൻ എന്തായിട്ട് മാറി? മെഥനോൾ ആയിട്ട് മാറി. മനസ്സിലായല്ലോ? അതവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. CH3OH IUPAC നെയിം എങ്ങനെ വരും? മെഥനോൾ വരും. CH3CH2OH മനസ്സിലായല്ലേ? അപ്പൊ എന്തായിട്ട് മാറി? CH3CH2 വരുമ്പോ എന്താണ്? ഈഥെയിൻ ആണല്ലേ? ഈഥെയിന്റെ കൂടെ OH ഗ്രൂപ്പ് വരുമ്പോ എന്തായിട്ട് മാറി? എഥനോൾ. ഈഥെയിൻ അല്ലെ? ഈഥെയിൻ ആണ്. അവിടുത്തെ ഈ മാറ്റി വെച്ച് അവിടെ എന്ത് വന്നു? OL വന്നു. അപ്പൊ എങ്ങനെയാണ്? എഥനോൾ ആയിട്ട് മാറി. ക്ലിയർ ആയല്ലോ? അപ്പൊ എങ്ങനെയാണ് ഹൈഡ്രോക്സി ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത്? ഈ മാറ്റി വെച്ച് അവിടെ എന്ത് കൊടുക്കണം? ഓള് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? ഹൈഡ്രോക്സി ഗ്രൂപ്പായി. ഇനി നമുക്ക് അടുത്ത് നോക്കാം എങ്ങനെയാണ് പേര് കൊടുക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. IUPAC നെയിം ഒരു സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് നോക്കാം. അവിടെ നോക്കിയേ, ഈ ഒരു ഫസ്റ്റ് ഇത് നോക്കുക. CH3 CH2 CH2OH നമ്മൾ കുറെ വേർഡ് റൂട്ടും കാര്യങ്ങളൊക്കെ വെച്ച് പഠിച്ചില്ലായിരുന്നു. അതുപോലെ തന്നെ ഇതിന് നമുക്ക് കൃത്യമായിട്ട് റൂൾ ഉണ്ട്. ആ റൂൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ നോക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ OH ഗ്രൂപ്പ് ഉള്ള അല്ലെങ്കിൽ OH ഗ്രൂപ്പ് ഉള്ള കാർബൺ ഉൾപ്പെടുന്ന ചെയിനെ നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ OH ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. ഇതിങ്ങനെ തന്നെ കിടക്കുന്നതുകൊണ്ട് നമുക്ക്
അറിയാം. അപ്പൊ ഇത് തന്നെയാണ് മെയിൻ ചെയിൻ മനസ്സിലായോ? ഇനി നമ്മൾ OH ഗ്രൂപ്പ് വരുന്നുണ്ടല്ലോ, ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നുണ്ടല്ലോ, അപ്പൊ അതിന് നമുക്ക് ചെറിയ സ്ഥാനസംഖ്യ വരണം. മനസ്സിലായല്ലോ? ഫങ്ഷണൽ ഗ്രൂപ്പിന് ചെറിയ സ്ഥാനസംഖ്യ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ നമ്പർ കൊടുക്കാൻ, കാർബണാറ്റങ്ങൾക്ക് നമ്പർ കൊടുക്കാൻ. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെയാണ് OH ഗ്രൂപ്പ് ഇവിടെ വരുന്നുണ്ട്, അപ്പൊ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഇവിടെ വരുന്നതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വേണം നമ്പർ കൊടുക്കാൻ. 1, 2, 3. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ നമ്പർ കൊടുത്തു. അപ്പൊ ഇതിനെങ്ങനെയാണ് പേര് കൊടുക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് പേര് കൊടുക്കുന്നതിന് ഒരു റൂൾ ഉണ്ട്. ആ റൂള് വെച്ചിട്ടാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. നമ്മളിപ്പോ ആദ്യമേ നമ്പർ കൊടുത്തു. നമ്പർ കൊടുത്തിട്ട് ഇപ്പൊ ഇതിന് പേര് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? ആൽക്കൈനെ നമ്മൾ കണ്ടല്ലോ, ആൽക്കൈനെ നമ്മൾ എന്തും ചെയ്യണം? ആൽക്കൈനെ ഇ മാറ്റുക. ആൽക്കൈൻ ഗ്രൂപ്പ് ഇതുണ്ട്, അതിന് നമ്മൾ ആദ്യമേ ഇ മാറ്റി. ഇവിടെ ഏതാണ്? 3 കാർബൺ ആറ്റമാണ്. അപ്പൊ ഏതായിരുന്നു? പ്രൊപ്പൈൻ ആണ് അല്ലെ? പ്രൊപ്പൈൻ ആണ് വരുന്നത്. അപ്പൊ പ്രൊപ്പൈൻ വരാൻ നേരത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രൊപ്പൈൻ്റെ അകത്ത് ഇ മാറ്റുക. പ്രൊപ്പൈൻ എന്നല്ലേ? പ്രൊപ്പൈൻ എന്നാണ് നമ്മൾ എഴുതുന്നത്. ആ പ്രൊപ്പൈനിലെ ഇ നമ്മൾ മാറ്റുക. ഇ മാറ്റി. ഇനി എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഹൈഫൻ ഉണ്ട്. ഈ അവിടെ നമ്മൾ എഴുതണ്ട, ഹൈഫൻ ഇടുക. പിന്നെ എന്താണ്? ഈ OH ഗ്രൂപ്പിന്റെ പൊസിഷൻ നമ്പർ കൊടുക്കുക. പൊസിഷൻ നമ്പർ ഏതാണ്? 1 വരുന്നത്. അപ്പൊ 1 കൊടുത്തു. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഹൈഫൻ ഇടുക. ഇനി എന്താണ്? ആ ഓൾ ആണ് നമ്മൾ ചേർക്കേണ്ടത്. ഓളും കൂടെ ചേർക്കുക, അത് OLും കൂടെ ചേർക്കുക. ഇതാണ് ഇതിന്റെ പേര്. എങ്ങനെ വായിക്കാം? അതാ ഈ അവിടെ ഇല്ല, ഈ അവിടെ ഇല്ല. അപ്പം പ്രൊപ്പൻ 1 കേട്ടോ. പ്രൊപ്പൻ 1 ഓൾ എന്നാണ് ഇത് നമ്മൾ വായിക്കുന്നത്. ആദ്യത്തെ പ്രൊപ്പൻ 1 ഓൾ. മനസ്സിലായോ ഇങ്ങനെ പേര് കൊടുക്കുന്നതെന്നുള്ളത്? ഒന്നുകൂടെ രണ്ടാമത്തെ ഒന്ന് നോക്കാം. രണ്ടാമത്തെ നോക്കുക. ഇതുപോലെ തന്നെ OH ഗ്രൂപ്പ് വരുന്നതിന് നമ്മൾ ചെറിയ സ്ഥാനസംഖ്യ വരത്തക്ക രീതിയിൽ കൊടുക്കും. അപ്പൊ എങ്ങനെ കൊടുത്താലും, അല്ല റൈറ്റിൽ നിന്നും കൊടുത്താലും ലെഫ്റ്റിൽ നിന്ന് കൊടുത്താലും ഒരേപോലെ തന്നെ വരും. അപ്പൊ ഞാൻ ലെഫ്റ്റിൽ നിന്ന് തന്നെ കൊടുക്കുകയാണ്. 1, 2, 3. മനസ്സിലായല്ലോ? 1, 2, 3. ഇത് ഇതിന്റെ പേരാണ് കേട്ടോ. 1, 2, 3 നമ്മൾ കൊടുത്തു. ഇനി എന്താണ് നമ്മുടെ റൂൾ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യമേ ഈ മാറ്റി, ആൽക്കൈന്റെ ഈ മാറ്റി. ഇവിടെ 3 ആയതുകൊണ്ട് എങ്ങനെയാണ്? പ്രൊപ്പൻ എന്ന് വരും അല്ലെ? പ്രൊപ്പൻ. പ്രൊപ്പൈന് ഈ മാറ്റി, പ്രൊപ്പൻ വന്നു. ഹൈഫൻ ഇട്ടു. സ്ഥാനസംഖ്യ ഇവിടെ നോക്കിയാൽ 2 ആണ് സ്ഥാനസംഖ്യ. 2 കൊടുത്തു. പിന്നെ ഞാൻ OH ഗ്രൂപ്പ് വരുന്നുണ്ട്, ഓളെന്ന് കൊടുത്തു. അപ്പൊ പ്രൊപ്പൻ 2 ഓൾ ആണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ആദ്യത്തെ ഏതാണ്? പ്രൊപ്പൻ 1 ഓളും. രണ്ടാമത്തെ ഏതാണ്? പ്രൊപ്പൻ 2 ഓളും ആണ്. ക്ലിയർ ആയാലും എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് എന്നുള്ളത്? ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ ആൻസർ ചെയ്തിട്ട് നമുക്ക് ആ റൂളും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്ലിയർ ആയാലും ഇപ്പൊ ഒരു ജനറൽ ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയാ കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ഈ 2 നമ്മൾ സ്ട്രക്ചേഴ്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണ്. ഈ സ്ട്രക്ചർ നോക്കിയേ. വാട്ട് ഇസ് എ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ വിച്ച് 2 കോമ്പൗണ്ട്സ്? ഈ 2 കോമ്പൗണ്ട്സിലും അടങ്ങിയ ഫങ്ഷൻ ഗ്രൂപ്പ് ഏതാണ്? OH ആണ്. OH എഴുതുമ്പോൾ ഇങ്ങനെ കേട്ടോ, OH എന്നാണ് നമ്മൾ ഈ ഒരു രീതിയിലാണ് എഴുതുന്നത്. OH ആണ്. ഇനി ഇവിടെ നോക്കിയേ. വാട്ട് ഇസ് എ മോളിക്കുലർ ഫോർമുല ഓഫ് 2 കോമ്പൗണ്ട്സ്? ആദ്യത്തെ മോളിക്കുലർ ഫോർമുല ഏതാണ്? ഇതിന്റെ മോളിക്കുലർ ഫോർമുല ഏത് വരും? കാർബൺ എത്രയാണ് വരുന്നത്? കാർബൺ 3 ആണ്. അപ്പൊ C3 ആണ്. ഹൈഡ്രജൻ എത്ര വരും? 3. 3 2 5, 5 2 7. ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്, 8. അപ്പം C3H8. ഇതിന്റെ മോളിക്കുലർ ഫോർമുലയോ? ഇവിടെ നോക്കിയാൽ കാർബൺ എത്രയാണ്? കാർബൺ 3 ആണ്. ഹൈഡ്രജൻ 3. 3 1 4, 4 3 7 1 8 ഹൈഡ്രജൻ. അപ്പൊ രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെയാണ്? ഒരുപോലെയാണ്. C3H8 ആണ്. പക്ഷെ അതിന്റെ സ്ട്രക്ചറിൽ ഡിഫറെന്റ് അല്ലേ? ഇത് കാരണം എന്താണ്? ഡിഫറെന്റ് ആയിരിക്കാൻ കാരണം എന്താണ്? അല്ലെങ്കിൽ സ്ട്രക്ചറൽ വ്യത്യാസം വരാൻ കാരണം എന്താണ്? OH ഗ്രൂപ്പിന്റെ പൊസിഷൻ അല്ലെ? OH ഗ്രൂപ്പിന്റെ പൊസിഷൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതായത് പൊസിഷൻ ഓഫ് ദി വാട്ട് ഇസ് സ്ട്രക്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? പൊസിഷൻ ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയാം അല്ലെ? പൊസിഷൻ ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് കേട്ടോ. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിലെ വ്യത്യാസം വന്നു, അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ ദ പൊസിഷൻ എന്ന് പറയാം കേട്ടോ. ഡിഫറൻസ് ഇൻ ദ പൊസിഷൻ ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ്. അതുകൊണ്ടാണ് രണ്ടിന്റെയും സ്ട്രക്ചർ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ? മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്, പക്ഷെ സ്ട്രക്ചർ വ്യത്യാസപ്പെട്ടിരിക്കാൻ കാരണം എന്താണ്? പൊസിഷൻ ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ വ്യത്യാസം വന്നിരിക്കുന്നു. അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് എങ്ങനെയാണ് പേര് കൊടുക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അങ്ങനെ പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് റൂൾസുകൾ നമ്മുടെ പോയിന്റ്സുകൾ ഓർത്തിരിക്കണം. എന്ന് നോക്കിയേ. ദ കാർബൺ ചെയിൻ കണ്ടെയ്ൻ OH ഗ്രൂപ്പ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് എ മെയിൻ ചെയിൻ. നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. കാർബൺ ചെയിൻ കണ്ടെയ്നിങ് OH ഗ്രൂപ്പ് ഉള്ള കാർബൺ ചെയിൻ എങ്ങനെയാണ് നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇനി എന്താണ്? ദ കാർബൺ ആറ്റം ഷുഡ് ബി നമ്പേർഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ കാർബൺ ടു വിച്ച് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ഗെറ്റ്സ് എ ലോവസ്റ്റ് നമ്പർ. അതായത്
ഫങ്ഷണൽ ഗ്രൂപ്പ് ബന്ധിച്ചിരിക്കുന്ന കാർബൺ എന്താണ് ഏറ്റവും ചെറിയ ഇത് പറഞ്ഞു ഫങ്ഷണൽ ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് ചെറിയ സ്ഥാനസംഖ്യ വരണം. പിന്നെ എന്താണ് റീപ്ലേസ് നോക്കിയാൽ റീപ്ലേസ് സി ഓഫ് ദി കറസ്പോണ്ടിങ് ആൽക്കൈൻ വിത്ത് ഓയിൽ ആൻഡ് ഇൻഡിക്കേറ്റ് ദ പൊസിഷൻ നമ്പർ ഓഫ് ദി OH ഗ്രൂപ്പ് ബിഫോർ ഓയിൽ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രധാന ചെയിനിൽ അതിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അനുസരിച്ചുള്ള ആൽക്കൈനിലെ അല്ലെ ആൽക്കൈൻ ഉണ്ടല്ലോ, അപ്പൊ ആൽക്കൈനിലെ ഈ മാറ്റി വെച്ച് അവിടെ OH ഗ്രൂപ്പിന്റെ സ്ഥാനസംഖ്യ നൽകണം. പിന്നെന്താണ് ഓളും കൂടെ ചേർക്കണം. അതിന്റെ ആ റൂളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ആൽക്കൈൻ ഈ മാറ്റുക, ഹൈഫൻ ഇടുക, OH ഗ്രൂപ്പിന്റെ പൊസിഷൻ നമ്പർ കൊടുക്കുക, ഹൈഫൻ ഇടുക, പിന്നെന്താണ് ഓളൊന്നും എഴുതുക. മനസ്സിലായല്ലോ? അപ്പൊ ഇനി നോക്കാം. നമ്മൾ ആദ്യമേ കണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ മുമ്പേ ചെയ്ത ആ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്പർ കൊടുത്തു, OH ഗ്രൂപ്പ് വരുന്നുണ്ട്, ലോവസ്റ്റ് നമ്പർ കൊടുത്തു. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ചെയിൻ എത്രയാണ്? കാർബൺ ആറ്റംസ് 3 ആണുള്ളത്. ദി നെയിം ഓഫ് ദി ആൽക്കൈൻ വിത്ത് 3 കാർബൺ ആറ്റം ഏതാണ് വരുന്നത്? പ്രൊപ്പെയിൻ ആണ് വരുന്നില്ലേ? പ്രൊപ്പെയിൻ ആണ് വരുന്നത്. ഇനി കറക്റ്റ് പൊസിഷൻ നമ്പർ അത് കാർബൺ ആറ്റം കണ്ടെയ്ൻ ദ OH ഗ്രൂപ്പ് ഇതാണ് പൊസിഷൻ നമ്പർ ഏതാണ് വരുന്നത്? ഇതാ ഇവിടെ കണ്ടില്ലേ 1 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ പേരെങ്ങനെ വരും? പ്രൊപ്പൻ 1 ഓള് അല്ലെ? അപ്പൊ അതെങ്ങനെയാണ് പ്രൊപ്പൻ 1 ഓൾ എന്ന് വന്നത്? ആ റൂള് വെച്ചിട്ടാണ് വന്നത് അല്ലെ? അതാ നോക്കിയേ ആ റൂൾ എങ്ങനെയാണ്? റൂള് കണ്ടോ? ഫസ്റ്റ് എന്താണ്? ആൽക്കൈൻ ഇല്ലേ? ആൽക്കൈനെ ഈ നമ്മൾ മാറ്റി, പ്രൊപ്പൈൻ ആണ്, പ്രൊപ്പൈനെ നമ്മൾ എന്ത് മാറ്റി? ഈ മാറ്റി അല്ലെ? ഈ മാറ്റി. പിന്നെ എന്തിട്ടു? ഹൈഫൻ ഇട്ടു. പിന്നെ എന്താണ്? പൊസിഷൻ നമ്പർ, OH ഗ്രൂപ്പിന്റെ പൊസിഷൻ നമ്പർ 1 ആണ്, പൊസിഷൻ നമ്പർ കൊടുത്തു. പിന്നെ ഹൈഫൻ ഇട്ടു. പിന്നെന്താണ്? OL എന്ന് എഴുതി. മനസ്സിലായല്ലോ? അപ്പം ഈ റൂള് വെച്ചിട്ടാണ് നമ്മൾ പേരെഴുതുന്നത്. ഓക്കെ ആയല്ലോ? അടുത്തവും ഇതുപോലെ തന്നെ നമുക്ക് നോക്കാം. നമ്മൾ രണ്ടാമത്തെ സ്ട്രക്ചർ കണ്ടില്ലായിരുന്നോ? അതെ, ഇവിടെ നമ്മൾ എന്താണ് ആദ്യം എന്ന് നോക്കണം. മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക. അതാ ഇങ്ങനെ കൊടുക്കാം. 1 2 3 വരുമ്പോ ഏതാണ് വരുന്നത്? ആൽക്കൈനിൽ നമ്മൾ ഏത് വരും? പ്രൊപ്പൈൻ ആണ് വരേണ്ടത്. അപ്പൊ പ്രൊപ്പൈനിലെ നമ്മൾ എന്താണ്? പ്രൊപ്പൈനിലെ ഈ മാറ്റി പ്രൊപ്പൻ. പിന്നെന്താണ്? ഹൈഫൻ, നമ്മുടെ റൂൾ കേട്ടോ, ഹൈഫൻ ഇട്ടു. പിന്നെന്താണ്? പൊസിഷൻ 2 വരുന്നത്, പ്രൊപ്പൻ 2. പിന്നെന്താണ്? OH ഗ്രൂപ്പിന്റെ അതായത് OL, പ്രൊപ്പൻ 2 OL ഓൾ. അപ്പൊ ഇതാണ് ഇതിന്റെ IUPAC എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ താഴെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, അതിന്റെ നമുക്ക് നോക്കാം. എന്ന് നോക്കിയേ, CH3 CH2 CH2 CH OH ആണ്. അപ്പൊ നമ്മൾ നമ്പർ കൊടുക്കേണ്ടത് എങ്ങനെയാണ്? മെയിൻ ചെയിൻ പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കണം. 1 2 3 4 5 5 കാർബൺ ആറ്റം വന്നു. അപ്പൊ എന്തുവരും? പെന്റെയിൻ ആണ് വരണ്ടേ അല്ലെ? പെന്റെയിൻ വരുമ്പോ നമ്മൾ എങ്ങനെ എഴുതാം? പെന്റെയിനെ ഈ മാറ്റി പെന്റൻ, പിന്നെ ഹൈഫൻ ഇട്ടു. പിന്നെ ഫങ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷൻ ഇതാ ഇവിടെ വന്നു, 2 വന്നത് 2. പിന്നെന്താണ്? ഓയിലും കൂടി ഇടുക. പെന്റൻ 2 എന്നാണ് പേര് അല്ലെ? അപ്പൊ രണ്ടാമത്തെ ഇതാണ് പേര്, പെന്റൻ 2. മനസ്സിലായല്ലോ? എളുപ്പമല്ലേ? ഈ ആൽക്കൈനിലെ ഈ മാറ്റുക, ഈ കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. ഫങ്ഷൻ ഗ്രൂപ്പ് എവിടെയാണ് വന്നത് നോക്കൂ, OL വിട്ടേക്കും. OH ആണെങ്കിൽ OL വിട്ടേക്കും. ദിസ് ഈസ് എ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അപ്പൊ മീഥേനിൽ നിന്നും ഓർക്കോട്ടെ, മീഥേൻ ആണ് CH4 നിന്ന് നമ്മളൊരു ഹൈഡ്രജൻ അല്ലെ? ഹൈഡ്രജനെ നമ്മൾ മാറ്റി, ഹൈഡ്രജനെ മാറ്റി വെച്ച് അവിടെ എന്ത് റീപ്ലേസ് ചെയ്തു? OH എന്ന് വെച്ചാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്തു. അതാണ് എന്താണ് മെഥനോൾ, അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അതിന് നമ്മൾ ആൽക്കഹോൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ പേരിടുന്നതിന്റെ റൂളും കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ഗ്രൂപ്പാണ് കാർബോക്സിൽ ഗ്രൂപ്പ് കേട്ടോ. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? COOH ഗ്രൂപ്പാണ് കാർബോക്സിൽ ഗ്രൂപ്പ്. COOH ഫങ്ഷണൽ ഗ്രൂപ്പുള്ള സംയുക്തങ്ങളെ നമ്മൾ എന്ത് പറയും? കാർബോക്സിൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. കാർബോക്സിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ് എന്നാണ് പറഞ്ഞത്. ആ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരുവാണെന്നാണ് അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? കാർബോക്സിലിക് ആസിഡ് ആണ്. ഒരു ഹൈഡ്രജനെ നമ്മൾ റീപ്ലേസ് ചെയ്തു CH4 അല്ലെ? മീഥേനിൽ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ COOH ആഡ് ചെയ്തു. അപ്പൊ എന്തായിട്ട് മാറിയത്? കാർബോക്സിലിക് ആസിഡ് ആട്ടോ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് കാർബോക്സിൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയും. കണ്ടോ എഴുതിയിരിക്കുന്നുണ്ടോ? കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയും കേട്ടോ. COOH കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഇങ്ങനെ എഴുതും കേട്ടോ. ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് എഴുതുന്നത്. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയും. അതിനെ പറയുന്നത് കാർബോക്സിലിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? ഇതിനും നമ്മൾ പേര് കൊടുക്കണം. പേര് കൊടുക്കണം എന്ന് നോക്കിയാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആൽക്കൈൻ ഇതുകൊണ്ട് കൊടുത്തിരിക്കുന്നുണ്ടോ? ആൽക്കൈനിൽ നമ്മൾ ഈ മാറ്റുക, എന്നിട്ട് എന്ത് ചേർക്കണം? ഓയിക് ആസിഡ് എന്ന് കൊടുക്കുക. മനസ്സിലായോ? ഓയിക് ആസിഡ് എന്ന് കൊടുക്കുക. ആൽക്കനോയിക് ആസിഡ് എന്നാണ് അത് വായിക്കുന്നത്. മീഥേൻ ഉണ്ടോ? മീഥേനിലെ നമ്മൾ ഈ മാറ്റി
ക്ലിയർ ആയല്ലോ? മീഥേനിലെ ഈ മാറ്റി വെച്ച് അവിടെ എന്ത് ചേർത്തു? ഓയിക് ആസിഡ് ചേർത്തു. അപ്പൊ എന്തായിട്ട് മാറി? മെഥനോയിക് ആസിഡ് ആയി മാറി. മെഥനോയിക് ആസിഡ്. ഈഥേനാന്ന് വിചാരിച്ചു. ഈഥേനിലെ ഈ നമ്മൾ മാറ്റി, എന്നിട്ട് എന്ത് ചേർത്തു? ഓയിക് ആസിഡ് എന്ന് ചേർത്തു. അപ്പൊ എന്തായിട്ട് മാറി? എഥനോയിക് ആസിഡ് എന്ന് കേട്ടോ. എഥനോയിക് ആസിഡ് എന്നായിട്ട് അത് മാറി. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് കാർബോക്സിലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആയോ? അത് നോക്കിയാൽ IUPAC നെയിം ഓഫ് കാർബോക്സിലിക് ആസിഡ് എവിടെ കണ്ടോ? കാർബോക്സിലിക് ആസിഡ് IUPAC നെയിം നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ നോക്കിയേ, COOH വരുന്ന ഏതാണത്? ഇതല്ലേ? COOH വന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ പേര് കൊടുക്കാം അല്ലെ? 1 2 എന്ന് പേര് കൊടുത്തു. മനസ്സിലായല്ലോ? ഇവിടെ വന്നു COOH വന്നു ഇല്ലേ? 2 കാർബൺ ആണ്. 2 കാർബൺ അല്ലേ ഇവിടെ? അപ്പൊ എന്താണ്? ഈഥേൻ അല്ലേ വരുന്നത്? അപ്പൊ എന്താണ് ഇതിന്റെ പേര്? നമ്മളിപ്പോ എഴുതിയത് തന്നെ, ഈഥേൻ ആണ് വരുന്നത്. അതിലെ മാറ്റിയിട്ട് OIC ചേർക്കൂ. എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡ് COOH ഗ്രൂപ്പ് വന്നു. അപ്പൊ ഇതിന്റെ പേരെന്താണ്? എഥനോയിക് ആസിഡ് എന്നാണ് പേര്. മനസ്സിലായല്ലോ? ഇതാ നോക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ. കേട്ടോ, കൺസിഡർ ദ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ ഇൻക്ലൂഡിംഗ് ദ വൺ ഇൻ ദ കാർബോക്സിലിക് ഗ്രൂപ്പ്. ഒരെണ്ണം കാർബോക്സിലിക് ഗ്രൂപ്പിലെ കാർബൺ തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. എന്നിട്ട് മാറ്റി നമ്മൾ OIC ചേർക്കുന്നു. അങ്ങനെയാണ് കാർബോക്സിലിക് ഗ്രൂപ്പിന്റെ പേര് നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ചെയിൻ എത്രയാണ്? 2 കാർബൺ ആറ്റം ആണ്. IUPAC നെയിം എന്ന് പറഞ്ഞിരിക്കുന്നത് എഥനോയിക് ആസിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈഥേനിലെ നമ്മൾ മാറ്റി വെച്ച് OIC ചേർത്തു. OIC ആസിഡ് എഥനോയിക് ആസിഡ്. ക്ലിയർ ആയല്ലോ? ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാന്നുള്ളത്. അപ്പൊ അതേ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇവിടെ നോക്കി ഇത് എങ്ങനെയാണ് എഴുതുന്നത്? ഒരു കാർബൺ അല്ലേ ഇവിടെ ഉള്ളൂ? ഒരു കാർബൺ ആണുള്ളത്. അപ്പൊ ഏതാണ്? COOH വന്നു. അപ്പൊ ഏതാണ്? മെഥനോയിക് ആസിഡ് ആണ് അല്ലെ? മീഥേനിലെ നമ്മള് മീഥേനിലെ മാറ്റി വെച്ച് OIC ചേർത്ത് മെഥനോയിക്. ഇത് മെഥനോയിക് ആസിഡ്. മെഥനോയിക് ആസിഡ്. ക്ലിയർ ആയല്ലോ? CH3COH ഉണ്ടല്ലോ. CH3COH എന്ന് പറഞ്ഞു. ഇവിടെ 2 കാർബൺ വന്നു. 2 കാർബൺ വന്നപ്പോ എഥനോയിക് ആസിഡ്. ഇനി അടുത്ത് നോക്കിയേ, പ്രൊപ്പനോയിക് ആസിഡിന്റെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊപ്പനോയിക് ആസിഡിന്റെ എങ്ങനെ വരും? പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? 3 കാർബൺ വരും ഇല്ലേ? 3 കാർബൺ നമ്മൾ നേരത്തെ ഒക്കെ വരയ്ക്കുന്ന പോലെ തന്നെ വരച്ചു. 3 കാർബൺ ആണ്. ഒരെണ്ണം ഏതാണ്? COOH ആണ് വരുന്നത് അല്ലേ? ബാക്കി നമ്മൾ ഹൈഡ്രജൻ ഫില്ല് ചെയ്യും. ഇവിടെ എന്ത് വരും? CH3. ഇവിടെ ഒരെണ്ണം കൂടെ വന്നപ്പോ 4 ആയി. ഇവിടെ എന്ത് വരും? CH2 വരും അല്ലേ? CH2 വരും. എന്നാണ് പ്രൊപ്പനോയിക് ആസിഡ് കേട്ടോ. ഇതാണ് പ്രൊപ്പനോയിക് ആസിഡ്. ഇനി അടുത്ത നോക്കി, ഇവിടെ നോക്കി പേര് കൊടുക്കുക. ഇത് 1 2 3 4 അല്ലെ? 4 എണ്ണം വന്നു. 4 എണ്ണം വരുമ്പോ ഏതാണ്? ബ്യൂട്ടൈൻ ആണ് അല്ലെ? അപ്പൊ ഇതിനെങ്ങനെ പേര് കൊടുക്കാം? ബ്യൂട്ടൈനിലെ മാറ്റി വെച്ച് അല്ലെ? ബ്യൂട്ടനോയിക് അല്ലെ? ബ്യൂട്ടനോയിക് ആസിഡ്. എളുപ്പമല്ലേ കൊടുക്കാൻ? ഈസി അല്ലേ? ഇത് നമ്മൾ മറ്റേതുപോലത്തെ ഹൈഫൻ ഉണ്ടോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് COH ഗ്രൂപ്പ് വരികയാണെങ്കിൽ ഓയിക് ആസിഡ് മാറ്റി വെച്ച് എത്ര കാർബൺ ആറ്റം ആണ് നോക്കുക, അതിന് കൊടുത്ത് ഓയിക് ആസിഡ് കൂടെ ആഡ് ചെയ്ത്. അപ്പൊ മനസ്സിലായല്ലോ? ഇത് ഏതാണ്? കാർബോക്സിലിക് ഗ്രൂപ്പ് ആണ് അല്ലേ? കാർബോക്സിലിക് ഗ്രൂപ്പ് ആണ്. COOH ആണ് കാർബോക്സിലിക് ഗ്രൂപ്പ്. അതിന് നമ്മൾ കാർബോക്സിലിക് ആസിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് OIC ഓയിക് ആസിഡ് എന്നാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. മാറ്റി വെച്ച് ഇതിലെ മാറ്റി വെച്ച് നമ്മൾ OIC ചേർക്കും. അപ്പം ഓയിക് ആസിഡ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ് കേട്ടോ. ആൽഡിഹൈഡ് ഗ്രൂപ്പിന് ഏതാണ് വരുന്നത്? CHO കേട്ടോ. CHO വരുവാണ്. കോമ്പൗണ്ട്സിൽ CHO വരുവാണെങ്കിൽ, CHO ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുവാണെങ്കിൽ അതിന് നമ്മൾ ഏത് ഗ്രൂപ്പാണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. അതിന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ആൽഡിഹൈഡ്സ് എന്നാണ് പറയുന്നത്. CHO ഫങ്ഷണൽ ഗ്രൂപ്പുള്ള സംയുക്തങ്ങൾ എന്താണ്? ആൽഡിഹൈഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം CHO ഫങ്ഷണൽ ഗ്രൂപ്പിന് നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയും. ദെൻ അതിന് നമ്മൾ പറയുന്നത് എന്താണ്? ആൽഡിഹൈഡ്സ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം അതെന്താന്ന് നോക്കാം. ഇതും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ നോക്കിയ ആൽക്കൈനിലെ മാറ്റുക. ആൽഡിഹൈഡ് നമ്മൾ ചേർക്കുന്നത് AL ആണ് ചേർക്കുന്നത്. AL മാറ്റിയിട്ട് അവിടെ AL ചേർക്കുന്നു. മനസ്സിലായോ? മാറ്റി വെച്ച് എന്ത് ചേർക്കണം? AL ചേർത്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ആൽഡിഹൈഡ് ആയിട്ട് മാറും. ആൽക്കൈൻ കേട്ടോ. അവിടെ മാറ്റി AL ചേർത്തു. ആൽക്കനാൾ. ആൽക്കനാൾ എന്നാണ് അത് വായിക്കുന്നത്. ആൽക്കനാളായി. ഞാൻ നോക്കിയേ, മീഥേൻ ആണ്. മീഥേനിലെ മാറ്റി A ആയി. മെഥനാൾ കേട്ടോ. മെഥനാൽ.
അപ്പം ഇതിന്റെ എങ്ങനെയാണ് ആൽഡിഹൈഡിന് എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത് നോക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ എന്താണ് മെയിൻ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കണം കേട്ടോ. മെയിൻ ചെയിനിലെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം നമ്പർ ആദ്യമേ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആൽക്കൈൻ ഉണ്ടല്ലോ, ആൽക്കൈനിലെ ഈ മാറ്റി വെച്ചവിടെ ഏല് ചേർക്കുക, ആൽ കേട്ടോ. അപ്പൊ എന്തായിട്ട് മാറും, ആൽക്കനാൽ കേട്ടോ. മീഥൈനിലെ ഈ മാറ്റി ഏല് ചേർത്തു, മെഥനാൽ. ആൽക്കൈനിലെ നമ്മൾ ആദ്യമേ കാർബണിന്റെ നമ്പർ നോക്കുക, മെയിൻ ചെയിനിലെ കാർബണിന്റെ എണ്ണം നോക്കുക, അതിലെ ഈ മാറ്റി വെച്ച് ആൾ ചേർക്കുക. അപ്പൊ എന്തായിട്ട് മാറും, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആയിട്ട് മാറും. മനസ്സിലായല്ലോ? ഇത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എണ്ണം കൊടുത്തിട്ടുണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ക്ലിയർ ആകും കേട്ടോ. ഇതിന്റെ ഈ ആൽഡിഹൈഡിന്റെ ഇവിടെ നോക്കിയേ, ഇതിന്റെ പേര് നമുക്ക് എങ്ങനെ എഴുതാം? ഏതാണ് വരുന്നത്? CHO ഗ്രൂപ്പ് ആണ് പറഞ്ഞില്ല. അപ്പൊ ഇതാണ് വരുന്നത്. CHO വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പേര് കൊടുക്കണ്ട, നമ്പർ കൊടുക്കണം. 1 2 കാർബൺ ആണ്. 2 കാർബൺ ആകുമ്പോ ഏതാണ് വരുന്നത്? ഈഥേൻ ആണ് വരുന്നില്ലേ? ഈഥേൻ ആണ് 2 കാർബൺ വരുമ്പോ. അപ്പൊ അതിലെ ഈ നമ്മൾ മാറ്റി, ഈ മാറ്റി എന്ത് ചേർക്കണം? ആൾ ചേർക്കുക. അപ്പൊ എങ്ങനെയാണ്? എഥനാൽ കേട്ടോ. എഥനാൽ എന്നാണ് ഇതിന്റെ പേര്. മനസ്സിലായോ? അവിടെ കൊടുത്തിട്ടുണ്ട് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദിസ് ചെയിൻ എത്രയാണ്? 2 ആണ്. നെയിം ഓഫ് ദ ആൽക്കൈൽ ഹാവിംഗ് 2 കാർബൺ ആറ്റം ഈഥേൻ ആണ്. അപ്പൊ അതിന്റെ പേരെന്താണ് വരുന്നത്? എഥനാൽ എന്നാണ് ഇതിന്റെ പേര് വരുന്നത് കേട്ടോ. എഥനാൽ. മനസ്സിലായല്ലോ? ഇത് അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ക്വസ്റ്റ്യൻസ്, നമ്മൾ അത് നോക്കാം. ആൽഡിഹൈഡ് ഗ്രൂപ്പിന്റെ നോക്കാം. നോക്കിയേ, എന്താണ്? ബ്യൂട്ടനാൽ ആണ് കേട്ടോ. ബ്യൂട്ടനാൽ ആണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ബ്യൂട്ടനാൽ എന്ന് പറയുമ്പോൾ എന്താണ്? എത്ര കാർബൺ ആറ്റം വരും? 4 കാർബൺ ആറ്റം വരും അല്ലെ? 4 കാർബൺ അല്ലെ? ഞാൻ ഇങ്ങോട്ട് എഴുതാം കേട്ടോ. 4 കാർബൺ ആണ്. 1 2 3 4 കാർബൺ ആറ്റം വന്നു. ഇവിടെ ഏത് വരണം? CH. അതാ ഇവിടെ CHO, ഇവിടെ നമ്മൾ CH കൊടുത്തു അല്ലെ? അപ്പൊ 4 കാർബൺ ആറ്റം വന്നു. ബാക്കി ഹൈഡ്രജൻ അങ്ങ് ഫില്ല് ചെയ്യുക അല്ലെ? അതെ, ഇവിടെ നോക്കും, ഇവിടെ എത്രയാണ്? CH3 വരും. ഹൈഡ്രജൻ 4 എണ്ണായി. ഇവിടെ CH2 വരും അല്ലെ? ഇതാ ഇവിടെ CH2. അപ്പൊ CH3 CH2 CH2 CHO വന്നു. CHO ഏതാണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്. ഇതിന്റെ പേരെന്തായിട്ട് മാറി? ബ്യൂട്ടനാൽ. മനസ്സിലായല്ലോ? ഇത് നോക്കിയേ, ഇവിടെ എങ്ങനെ പേര് കൊടുക്കുന്നേ? ഇവിടെ 1 കൊടുത്തു, ഇവിടെ എന്താണ്? 2 കൊടുത്തു, ഇവിടെ 3 കൊടുത്തു അല്ലെ? അപ്പൊ ഏതാണ് ഇതിന്റെ പേര് വരുന്നത്? 3 കാർബൺ ആറ്റം. 3 കാർബൺ ആറ്റം പിന്നെ പ്രൊപ്പൈൻ ആണ് വരുന്നത്. അപ്പം പ്രൊപ്പൈനിലെ ഈ നമ്മൾ മാറ്റി അവിടെ എന്ത് ചേർത്തു? AL ചേർത്തു. അപ്പൊ എന്താണ്? പ്രൊപ്പനാൽ അല്ലെ? പ്രൊപ്പനാൽ. മനസ്സിലായല്ലോ? അടുത്ത് പെന്റനാൽ ആണ്. പെന്റനാൽ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? പെന്റെന്ന് വരുമ്പോ എത്ര വരും? 5 കാർബൺ ആറ്റം വരും അല്ലെ? 5 കാർബൺ ആറ്റം. 1 2 3 4 5. ലാസ്റ്റ് നമ്മൾ CHO കൊടുത്തു അല്ലെ? ബാക്കിയെല്ലാം നമ്മൾ സിംഗിൾ ബോണ്ട് ഇട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രജൻ അല്ലെ? ബാക്കി ഇവിടെ എത്രയാണ്? ഇവിടെ 3 ഹൈഡ്രജൻ വരും. ഇവിടെ 2 ഹൈഡ്രജൻ CH2. ഇവിടെ 2 ഹൈഡ്രജനും വരും. ഇവിടെ എന്താണ്? 2 ഹൈഡ്രജൻ വരും. മനസ്സിലായല്ലോ? അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്? പെന്റനാൽ. അപ്പം CHO ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുവാണെങ്കിൽ ഏതാണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പിന് എന്താണ്? AL ആണ് അവിടെ ചേർക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇത് 3 ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ഏത് ഗ്രൂപ്പിനൊക്കെയാണ് ആദ്യമേ പഠിച്ചത്? നമ്മൾ ആദ്യമേ പഠിച്ച ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ എന്ത് ചെയ്യണം? ഈ മാറ്റിയേസ് നമ്മൾ എന്ത് ചെയ്യണം? OL ചേർക്കണം. അപ്പൊ ഓൾന്ന് വരും ഇല്ലേ? ഓൾന്ന് വരും. അതിനെങ്ങനെയാണ് പേര് കൊടുക്കേണ്ടതെന്നും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ആൽക്കൈന് കൊടുത്തു, ദെൻ ഈ മാറ്റുക, ഹൈഫൻ ഇടുക, പൊസിഷൻ കൊടുക്കുക, പിന്നെ ഹൈഫൻ ഇടുക, ഓൾ ചേർക്കുക എന്ന് കണ്ടു. പിന്നെ രണ്ടാമത് വെച്ചാൽ കാർബോക്സി ഗ്രൂപ്പ് ആണ്. കൂടുതൽ ചെയിൻ കാർബണുള്ള മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക. അവിടെ എന്താണ്? ഈ മാറ്റി വെച്ച് ഓയിക് ആസിഡ് ചേർക്കുക. കാർബോക്സി ഗ്രൂപ്പിലാകുമ്പോൾ COH ആണ്, അവിടെ ഓയിക് ആസിഡ് നമ്മൾ ചേർക്കുക. പിന്നെന്താണ് നമ്മൾ കണ്ടത്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്. CHO ആണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ ഇതുപോലെ തന്നെ നമ്മൾ എന്താണ്? ഈ മാറ്റി വെച്ച് എന്ത് ചേർക്കണം? AL ചേർക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ 3 ഗ്രൂപ്പുകൾ നിങ്ങളൊന്ന് ക്ലിയർ ആക്കിയിരിക്കുക കേട്ടോ. അപ്പൊ നമ്മളിപ്പം 3 ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ചാണ് പഠിച്ചത്. ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെയാണ്? 3 നമ്മളിപ്പോ പഠിച്ചു കേട്ടോ. ഫങ്ഷണൽ ഗ്രൂപ്പ് 3 പഠിച്ചത്. ആദ്യം ഏതാണ് നമ്മൾ കണ്ടത്? OH ഗ്രൂപ്പ് ആണ് അല്ലെ? OH ഗ്രൂപ്പിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇല്ലേ? OH ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്, OH ഗ്രൂപ്പ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇല്ലേ? ഈനെ മാറ്റി വെച്ച് നമ്മൾ അവിടെ എന്ത് കൊടുക്കണം? ഈനെ മാറ്റി വെച്ച് നമ്മൾ OL ആണ് കൊടുക്കുന്നത്. ഈനെ മാറ്റി വെച്ച് OL കൊടുക്കണം. അപ്പം അതിന്റെ പേര് നമ്മൾ എങ്ങനെ വരും? ആൽക്കെയിൻ ഇല്ലേ? ആൽക്കെയിൻ. ആൽക്കെയിനിലെ നമ്മൾ ഈ മാറ്റി വെച്ച് നമ്മൾ എന്ത് പിന്നെ അറിയണം? ഹൈഫൻ ഇല്ലേ? ഹൈഫൻ ഇട്ടു
അല്ലെ? ആ റൂളാണ് കേട്ടോ. ഹൈഫൻ കൊടുത്തു. ദെൻ പിന്നെ എന്താണ് OH ഗ്രൂപ്പിന്റെ പൊസിഷൻ അല്ലെ? പൊസിഷൻ ഓഫ് OH ഗ്രൂപ്പ് എന്നാണ് കേട്ടോ. പൊസിഷൻ ഓഫ് OH ഗ്രൂപ്പ് കൊടുത്തു. പിന്നെ നമ്മൾ എന്താണ് ഹൈഫൻ അല്ലെ? പിന്നെ നമ്മൾ ഹൈഫൻ കൊടുത്തു. പിന്നെ എന്താണ് OL കൊടുക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ പേര് കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? രണ്ടാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് ഏതാണ്? കാർബോക്സിൽ ഗ്രൂപ്പ് അല്ലെ? കാർബോക്സിൽ ഗ്രൂപ്പ് ആണ്. കാർബോക്സിൽ ഗ്രൂപ്പിന് നമ്മൾ എങ്ങനെയാണ് COOH എന്നാണ് നമ്മൾ കാർബോക്സിൽ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? അവിടെ നമ്മൾ ആൽക്കെയിൻ അല്ലെ? ആൽക്കെയിൻ ഉണ്ട്. അതിൽ നമ്മൾ മാറ്റി നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? ഓയിക് ആസിഡ് അല്ലെ? ഓയിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലല്ലോ? അപ്പൊ അങ്ങനെയാണ് അതിന് പേര് കൊടുക്കുന്നത്. കാർബോക്സിൽ ഗ്രൂപ്പിന് നമ്മൾ പേര് കൊടുക്കുന്നത്. മൂന്നാമത്തെ നമ്മൾ പഠിച്ചതാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ് അല്ലെ? ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അപ്പൊ ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? COHO ആണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുന്നത്. അതിനെ ആൽഡിഹൈഡ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ എഴുതും? ആൽക്കെയിൻ അല്ലെ? ആൽക്കെയിനിലെ മാറ്റി നമ്മൾ അവിടെ എന്താണ് AL ചേർക്കും ഇല്ലേ? AL ചേർത്ത് കഴിയുമ്പോൾ എന്തായിട്ട് മാറും? ആൽഡിഹൈഡ് ഇല്ലേ? ആൽഡിഹൈഡ്സ് ആയിട്ട് മാറും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് 3 എണ്ണമാണ് കേട്ടോ നമ്മൾ പഠിച്ചത്. ഈ 3 എണ്ണം നിങ്ങൾ ക്ലിയർ ആക്കുക കേട്ടോ. ഇനി 3 എണ്ണം കൂടി ഉണ്ട്. എല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയപ്പോ ഇത് 3 എണ്ണം തറവാക്കുക, ക്ലിയർ ആക്കി പഠിക്കുക കേട്ടോ. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ച് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണും വിശ്വസിക്കുന്നു. എഴുതി പഠിക്കോട്ടെ. നിങ്ങൾ നോട്ട്ബുക്കിൽ ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതി വെക്കുക. ഷോർട്ടായിട്ട് എഴുതി വെച്ചിട്ട് അത് കൃത്യമായിട്ട് ഓരോന്നിന്റെ കീ വേർഡ്സും കീ പോയിന്റുകളൊക്കെ എഴുതി വെച്ച് കൃത്യമായിട്ട് എക്സാമ്പിളും എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഒരു 3 ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ച് പഠിച്ചു. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ കാണുക. എന്നിട്ട് ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ബാക്കി ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്